പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഫോണിൽ സംഭാഷണം നടത്തി. ഏതാണ്ട് 1.5 മണിക്കൂറിലേറെ നീണ്ടുനിന്ന സംഭാഷണത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷം, ഉക്രൈൻ യുദ്ധം തുടങ്ങിയവ ചർച്ചയായതായി ക്രെംലിൻ അറിയിച്ചു. തുറന്നതും ഔദ്യോഗികവുമായ ഫോൺ സംഭാഷണം എന്നാണ് ക്രെംലിൻ വക്താവ് യൂറി ഉഷാക്കോവ് അഭിപ്രായപ്പെട്ടത്. ഇറാനിലെയും പേർഷ്യൻ ഗൾഫിലെയും സാഹചര്യങ്ങൾ രണ്ട് പ്രസിഡന്റുമാരും വിലയിരുത്തി. ഇറാനുമായുള്ള വെടിനിർത്തൽ നീട്ടാനുള്ള ട്രംപിന്റെ തീരുമാനം ശരിയായ ഒന്നാണെന്ന് വ്ളാഡിമിർ പുടിൻ അഭിപ്രായപ്പെട്ടു. ഇത് ചർച്ചകൾക്ക് അവസരം നൽകുമെന്നും സാഹചര്യം ശാന്തമാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അമേരിക്കയും ഇസ്രയേലും വീണ്ടും സൈനിക നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ അത് ഇറാനും അയൽ രാജ്യങ്ങൾക്കും മാത്രമല്ല ലോക സമൂഹത്തിനൊന്നടങ്കം അങ്ങേയറ്റം ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പുടിൻ ഒരു മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരെയോ സൗഹൃദ രാജ്യങ്ങൾക്കെതിരെയോ അമേരിക്കയോ ഇസ്രയേലോ സൈനിക നടപടിക്ക് മുതിർന്നാൽ ഗുരുതരമായ പ്രത്യാഘാതം പ്രതീക്ഷിച്ചു കൊള്ളണമെന്നാണ് പുടിൻ മുന്നറിയിപ്പ് നൽകിയത്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനായി ഏത് തരത്തിലുള്ള സഹകരണത്തിനും തയ്യാറാണെന്ന് റഷ്യ അമേരിക്കയെ അറിയിക്കുകയും ചെയ്തു. ഉക്രൈനിലെ സെലൻസ്കി ഭരണകൂടത്തെക്കുറിച്ച് പുടിനും ട്രംപും ഏകദേശം സമാനമായ വിലയിരുത്തലുകളാണ് നടത്തിയത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോടെ ഉക്രൈൻ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്ന് രണ്ട് നേതാക്കളും ഒരേപോലെ ആരോപിച്ചു. അതേസമയം തന്നെ മെയ് 9 നടക്കുന്ന വിജയദിന ആഘോഷത്തിന്റെ ഭാഗമായി ഉക്രൈനിൽ വെടിനിർത്തലിന് റഷ്യ തയ്യാറാണെന്നും പുടിൻ പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിക്കെതിരെ സോവിയറ്റ് യൂണിയൻ നേടിയ വിജയത്തിന്റെ ഓർമ്മയിലാണ് റഷ്യ ഈ ദിവസം ആഘോഷിക്കുന്നത്. പുടിന്റെ ഈ നീക്കത്തെ ട്രംപും സ്വാഗതം ചെയ്തു. അതേസമയം ഇറാന്റെ മേൽ വിജയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു വിക്ടറി ഡേ ആഘോഷിക്കാനുള്ള ട്രംപിന്റെ താൽപര്യം പുടിനെ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യയിൽ എത്രയും വേഗം വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് ഇരു നേതാക്കളും ആഗ്രഹിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ റഷ്യയുടെ സഹകരണം ട്രംപ് തേടിയിട്ടുണ്ട്. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ ഏകദേശം പൂർത്തിയായതായും സൂചനകളുണ്ട്. രണ്ട് രാജ്യങ്ങളും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന അമേരിക്കയുടെ നിർദ്ദേശം പുടിൻ ഗൗരവത്തോടെയാണ് കാണുന്നത്. യൂറോപ്പിലെ സമാധാനം വീണ്ടെടുക്കാൻ ട്രംപിന്റെ ഇടപെടൽ നിർണായകമാകുമെന്ന് റഷ്യൻ വൃത്തങ്ങളും കരുതുന്നു. കൂടാതെ ആഗോള എണ്ണ വിപണിയിലെ അസ്ഥിരത ഒഴിവാക്കാനും ഈ ചർച്ചകൾ സഹായിക്കും. ഇറാനുമായുള്ള യുദ്ധം അവസാനിക്കുന്നത് ഇന്ധനത്തിന്റെ വില കുറയാൻ കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധരും വിലയിരുത്തുന്നു. ലോക സമ്പദ് വ്യവസ്ഥയെ മാന്ദ്യത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള നീക്കങ്ങൾക്കും ഇതിലൂടെ തുടക്കം കുറിക്കുകയാണ് ട്രംപും പുടിനും. ഇറാന്റെ പുതിയ ഭരണകൂടവുമായി സ്വതന്ത്ര ചർച്ചകൾ ആരംഭിക്കാൻ ട്രംപ് തയ്യാറാണെന്ന് അറിയുന്നു. സൈനിക നടപടികൾ അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് ഇറാനെ കൊണ്ടുവരികയാണ് അമേരിക്കയുടെ ലക്ഷ്യം. റഷ്യയുടെ മധ്യസ്ഥത ഇതിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് വൈറ്റ് ഹൌസും കരുതുന്നുണ്ട്. മാത്രവുമല്ല, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുമായി ട്രംപ് ഉടനെ ചർച്ചകൾ നടത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സുസ്ഥിരമായ സമാധാനം ഉറപ്പാക്കാൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ മെച്ചപ്പെടുന്നത് ലോക സമാധാനത്തിന് ഗുണകരമായി മാറും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിലനിന്നിരുന്ന ശീതയുദ്ധത്തിന് സമാനമായ സാഹചര്യം ഇതോടെ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആഗോള സുരക്ഷാ ഭീഷണികളെ നേരിടാൻ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കും. ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഈ ചർച്ചകൾ സഹായിക്കും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അന്താരാഷ്ട്ര പരിശോധനകൾ വീണ്ടും ആരംഭിക്കാൻ ധാരണയായിട്ടുണ്ട്. അതിന് പകരമായി ഇറാന്റെ മേലുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങളിൽ അമേരിക്ക ഇളവുകൾ നൽകുകയും ചെയ്യും.